ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ഫോം ഷീറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബട്ടർഫ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും ഫോം ഷീറ്റോ എന്താണെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഞാനിവിടെ കോമ്പോസിറ്റ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ആ റൗണ്ട് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിത് ഏത് ക്ലോത്ത് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഈ ഒരു സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ ട്രെൻഡിങ് പക്ഷേ ഫോം ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതേപോലെ മടക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഹാഫല്ല, ഈ കാണുന്ന പോലെ കുറച്ച് ഭാഗം വലുതും ആയിട്ട് നിൽക്കുന്ന പോലെ ഒരു 3/4 സൈസിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒരു അല്പം വലുത് കണ്ടോ, സൈസ് കണ്ടോ, ഇതേപോലെ കേട്ടോ, കുറച്ച് വലുപ്പം ഉണ്ടായിരിക്കുന്നു മാത്രം. അതിന് ശേഷം ഒരു പീസിനെ എടുക്കുക. എന്നിട്ട് നേരെ ആ ഗ്ലിറ്റർ ഭാഗം മുകളിലോട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡിലോട്ടും മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സൂചി നൂലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സൂചി നൂല് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തുന്നി കൊടുക്കുകയാണ്. ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ ഞാനെപ്പോഴും പറയുന്ന പോലെ നമ്മൾ സൂചി നൂല് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതിന് ശേഷം അടുത്ത പീസ് എടുത്തു. അതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കിയതിന് ശേഷം ഇതേപോലെ മുകളിലോട്ട് മടക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡുകൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മടക്കി കൊടുത്തു. അതിൻ്റെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വീണ്ടും സൂചി നൂലും വെച്ച് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ട് പീസ് നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൂചി നൂലും അഴിക്കുന്നില്ല. അതിന് നേരെ നമ്മൾ ആ സർക്കിൾ ഭാഗമുണ്ടല്ലോ, കട്ട് ചെയ്യാത്ത ഭാഗം, അവിടോട്ട് എടുത്തിട്ട് മറ്റേതിൻ്റെയും ആ കട്ട് ചെയ്യാത്ത ഭാഗത്തേക്ക് ഈ സൂചിനെ കയറ്റിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് കുഞ്ഞി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാത്ത ഭാഗമാണ് കേട്ടോ. സർക്കിൾ വരുന്ന ഭാഗമാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ജോയിൻ ചെയ്ത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തുന്നി കൊടുക്കുക. ഇതേപോലെയായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേൾ എടുത്തിട്ട് കമ്പിയിൽ ജസ്റ്റ് ഇങ്ങനെ കോർത്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് രണ്ട് കമ്പി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ രണ്ട് കമ്പികളും കൂടെ ഇതേപോലെ ജോയിൻ ചെയ്തു എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു കൊമ്പൊക്കെ വരില്ലേ, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്, ബാക്കിലാണോ ഫ്രണ്ടിലാണെന്നൊക്കെ നമ്മളൊന്ന് വെച്ച് നോക്കുക കേട്ടോ. ചിലപ്പോൾ ബാക്കിലായിരിക്കും, ചിലതിൻ്റെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവും, ചിലത് ഫ്രണ്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ സൂചി നൂലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. അത് തന്നെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്നുകൂടെ അതിനെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ആവാനായിട്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്ത നമ്മുടെ ഒരു ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അതും ചുറ്റി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നൂല് വെച്ചിട്ട് തന്നെയാണ് ഇതും ഫിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടിക് ടാക് ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ടിക് ടാക് ക്ലിപ്പോ അലിഗേറ്റർ ക്ലിപ്പോ ഹെയർ ബോയോ ഏത് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ്. വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് മാക്സിമം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ. ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.